ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക്. കെജ്രിവാളിനെതിരെ NIA അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തു. നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്നും പണം സ്വീകരിച്ചു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇത്തരത്തിലൊരു പരാതി അത് ലോക ഹിന്ദു സംഘടനയുടെ ഒരു നേതാവാണ് ഈ പരാതി നൽകുന്നത്. തുടർന്നാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഈ പരാതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിലൊരു NIA അന്വേഷണം വേണമെന്നുള്ള ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് കേജ്രിവാള് ഈ ഒരു നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നതായിരുന്നു ആരോപണം. അതായത് 2014 മുതൽ 2022 വരെ ഏതാണ്ട് $16 മില്യൺ കൈപ്പറ്റി എന്നാണ് ഈ പരാതിക്കാരൻ ലഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ന്യൂയോർക്കിൽ വച്ച് ഒരു രഹസ്യ യോഗം അത് ഈ ഖാലിസ്ഥാൻ ഭീകരരുമായി ചേർന്നു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ പരാതിക്കാരൻ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ദേവേന്ദ്രപാൽ ബുള്ളറിന്റെ മോചനമടക്കമുള്ള കാര്യങ്ങളിൽ കേജ്രിവാൾ ഉറപ്പ് നൽകി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുപാർശയാണ് NIAക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വീണ്ടും കേജ്രിവാളിനെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഒരു ആരോപണം. തുടർന്നുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കമെന്നുമാണ് ആം ആദ്മി ആരോപിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിക്കുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. വേണു, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.